ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിൻ്റെ 2021 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡാണ് 22/21/2021. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോൾഡ്വിൻ ആസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി കാരക്കോറം. ചുവടെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത്? ഓപ്ഷൻ സി സത്ലജ്. ഇന്ത്യയിൽ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏത്? ഓപ്ഷൻ ബി ചൈന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ചുവടെ സൂചിപ്പിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള കേരളത്തിലെ നദി ഏതാണ്? ഓപ്ഷൻ ബി പെരിയാർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ തെന്മല. എല്ലാ പൗരന്മാർക്കും ഏതു മതത്തിൽ വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശമുണ്ട്. ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി മതേതരത്വത്തിനുള്ള അവകാശം. ഭക്രാനങ്കൽ അണക്കെട്ട് ഏതു നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി സത്ലജ്. കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം? ഓപ്ഷൻ ഡി ചെന്തുരുണി വന്യജീവി സങ്കേതം. യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരസിദ്ധിച്ച ജില്ല ഏത്? ഓപ്ഷൻ എ കാസർഗോഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം? ഓപ്ഷൻ ബി ചൗരിചൗര സംഭവം. കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 41. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ ബി പമ്പ. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ കരിമ്പ് കൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ കരിമ്പിൻ്റെ ജന്മദേശം ഇന്ത്യയാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദൻ. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഓപ്ഷൻ സി മാർത്താണ്ഡവർമ്മ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ഓപ്ഷൻ എ റാണിഗഞ്ച്. ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ഓപ്ഷൻ ബി ബോക്സൈറ്റ്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഓപ്ഷൻ എ EMS. ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി 4A. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാണ്? ഓപ്ഷൻ സി സുപ്രീം കോടതി. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി പ്രചരിപ്പിച്ച ദീനബന്ധു മിത്രയുടെ നാടകം? ഓപ്ഷൻ ബി നീൽ ദർപ്പൺ. ഇപ്പോഴത്തെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി ആരാണ്? കരൺ റിജിജു. നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓപ്ഷൻ ഡി ഓം ബിർള. താഴെ പറയുന്നവയിൽ സത്യശോക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ഡി ജ്യോതിബ ഫൂലെ. ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേമാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്. ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ഓപ്ഷൻ ബി 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി. 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? ഓപ്ഷൻ ഡി അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1950 ജനുവരി 26. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷണറി സംഘമായ
ബസൽ ഇവാഞ്ചലിക്കൽ മിഷൻ താഴെ പറയുന്നവയിൽ ഏത് ഭാഗം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം നടത്തിയത്? ഓപ്ഷൻ സി മലബാർ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത്? ഓപ്ഷൻ ബി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ഓപ്ഷൻ ഡി നിസ്സഹകരണ സമരം. താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയിയുമായി ബന്ധമില്ലാത്തത് ഏവ? ഓപ്ഷൻ ബി ആണ്. ഒഡീഷയിൽ ജനിച്ചു. രാജാറാം മോഹൻ റോയ് ജനിച്ചത് പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ രാധാനഗറിലാണ്. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്തു. ബ്രഹ്മസമാജം സ്ഥാപിച്ചു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് വാദിച്ചു. പശ്ചിമ ബംഗാളിലെ ഹൂഗ്ലി ജില്ലയിലെ രാധാനഗറിലാണ് രാജാറാം മോഹൻ റോയ് ജനിച്ചത്. താഴെ പറയുന്നവരിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം? ഓപ്ഷൻ സി 1ഉം 3ഉമാണ് ആൻസർ. സി കൃഷ്ണൻ നായർ, രാഘവ പൊതുവാൾ. ദണ്ഡിയാത്രയിൽ പങ്കെടുത്ത മലയാളികളാണ് ശ്രീ കൃഷ്ണൻ നായർ, ടൈറ്റസ്, രാഘവ പൊതുവാൾ, ശങ്കർജി, താപ്പാൻ നായർ എന്നിവരാണ് ദണ്ഡിയാത്രയിൽ പങ്കെടുത്തത്. താഴെ പറയുന്നവയിൽ റൗലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ ആണ് ആൻസർ. വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റില്ലാതെ അറസ്റ്റ് ചെയ്യാം. പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം. ഇതൊക്കെയാണ് റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. 1993 മുതൽ 2011 വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലയിലെ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത്? ഓപ്ഷൻ സി ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സാമ്പത്തിക വളർച്ച. ഓപ്ഷൻ ബി ആണ് ആൻസർ. സാമ്പത്തിക വളർച്ച. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതുതരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി മിശ്ര സമ്പദ് വ്യവസ്ഥ. ദാരിദ്ര്യരേഖയ്ക്കു താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം നൽകുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി അന്ത്യോദയ അന്ന യോജന. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ 2020-2021 ഒന്നാമതായ സംസ്ഥാനം? ഓപ്ഷൻ ബി കേരളം. 2020-2021 കണക്കനുസരിച്ച് GDP യിലേക്കുള്ള സംഭാവനയിൽ മുന്നിൽ നിൽക്കുന്ന മേഖല ഏത്? ഓപ്ഷൻ എ സേവന മേഖല. തെറ്റായ ജോഡി ഏത്? തിരയും ചൂഴിയും. സച്ചിദാനന്ദൻ. അതാണ് തെറ്റ്. തിരയും ചൂഴിയും എസ് ഗുപ്തൻ നായരുടേതാണ്. വീണപൂവ് കുമാരനാശാൻ. ആ മനുഷ്യൻ നീ തന്നെ CJ തോമസ്. നിലാവിന്റെ നാട്ടിൽ ആഷിത. ശരിയായ ക്രമം ഏത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. എലൈൻ തോംസൺ. തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ഒളിമ്പിക്സ് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിൽ 6 സ്വർണം നേടിയ ആദ്യ വനിത. അതാണ് തെറ്റ്. താഴെ നൽകിയിരിക്കുന്ന പട്ടിക നിരീക്ഷിക്കുക. ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവന. സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കുന്നു. സോപ്പ് ആസിഡ് സ്വഭാവം കാണിക്കുന്നു. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം? ഓപ്ഷൻ ബി ഭരതനാട്യം. എന്താണ്? ഭരതനാട്യം. ആദ്യകാലത്ത് മിന്റോനെറ്റ എന്നറിയപ്പെടുന്ന കായിക രൂപം? ഓപ്ഷൻ ഡി വോളിബോൾ. പത്മശ്രീ ലഭിച്ച ഡോക്ടർ ധനഞ്ജയ് ദിവാകർ സച്ദേവ് ഏത് മേഖലയിലാണ് സംഭാവന നൽകിയത്? ഓപ്ഷൻ എ ആദിവാസികൾക്കായി ആതുര സേവനം. ആഗോളതാപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്ന IPCCയുടെ പൂർണ്ണരൂപം? ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. COVID-19
പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് 2021 ജൂണിൽ വിക്ടേഴ്സ് ചാനലിൽ അവതരിപ്പിച്ച അധ്യയന പരിപാടി ഓപ്ഷൻ ബി ഫസ്റ്റ് ബെൽ 2.0. മനുഷ്യൻ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏത്? ഓപ്ഷൻ സി ഇനാമൽ. ക്വാഷിയോർക്കർ എന്ന രോഗത്തിൻ്റെ കാരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ പ്രോട്ടീനിൻ്റെ കുറവ്. ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര. വിള ഏത്? ഓപ്ഷൻ ബി നെല്ല്. മന്ത്രിവനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏത്? ഓപ്ഷൻ ഡി സൈലന്റ് വാലി. ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവീയ ഘടകങ്ങളും അതിജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നു. ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെ ആവാസം എന്ന് പറയുന്നു. കോവിഡ്-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏത്? ഓപ്ഷൻ സി ചൈന. 2021 പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ പാകിസ്ഥാൻ. 2025 പരിസ്ഥിതി ദിനാഘോഷത്തിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഏത് തരം ഗ്ലാസ് ആണ്? ഓപ്ഷൻ എ ഫ്ലിറ്റ് ഗ്ലാസ്. 100°C എന്നത് എത്ര ഫാരൻഹീറ്റാണ്? 212°F. പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം. ഓപ്ഷൻ എ ഘർഷണബലം. ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം. ഓപ്ഷൻ ഡി പ്രൊപ്പൈനും ബ്യൂട്ടേനും. ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഓപ്ഷൻ ഡി മെർക്കുറിക് ആസിഡ്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെക്കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ. ഓപ്ഷൻ എ എൻവിഷൻ. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് നൽകുന്ന ബ്രൂണൽ മെഡലിന് അർഹമായ പദ്ധതി. ഓപ്ഷൻ ബി മംഗൾദച്ചു ജലവൈദ്യുത പദ്ധതി. ജലജന്യ രോഗം. ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ഇ, ലെപ്റ്റോസ്പിറോസിസ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗം. മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ട് രോഗവും മൃഗങ്ങളിൽ നിന്ന് പകരുന്നതാണ്. നിപ, ജപ്പാനീസ് എൻസെഫലൈറ്റിസ്. നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് ORS. ആർദ്രം ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ഓപ്ഷൻ എ ജനസൗഹാർദ്ദം ഔട്ട് പേഷ്യൻ്റ് സേവനം. ശുദ്ധജലത്തിൽ pH മൂല്യത്തിൻ്റെ അളവ്. pH 7. മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാധം. ഓപ്ഷൻ ബി പേൻ. അശ്വമേധം പ്രചരണം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി കുഷ്ഠം. സ്വത്തേനെ പരിചരണം നൽകുന്നു കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക്. ഇൻസുലിൻ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ഓപ്ഷൻ എ പ്രമേഹം. VS ശിവകുമാർ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത കോവിഡ്-19 വാക്സിൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. കോവാക്സിനും പിന്നെ ഏതാണ്? കോവിഷീൽഡ്. 2021 കേരളത്തിൽ പുതിയതായി ഉയർന്നുവന്ന രോഗം. സിക്ക. താഴെ പറയുന്നവയിൽ ഏത് അവാർഡാണ് 2020 ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് കേരളം നേടിയത്? ഓപ്ഷൻ എ ജീവിതശൈലി രോഗ നിയന്ത്രണം.